പൂക്കൾ വിരിഞ്ഞു, പൂമ്പാറ്റകൾ പറന്നു, ജാമിന്റെ അമ്പരപ്പിൽ താരങ്ങൾ മിന്നിത്തുടങ്ങി. ജാം 2K26 JDT Kids Awesome Melody ആനുവൽ ഡേ ഉദ്ഘാടനത്തിനു സമയമായി. സ്വാഗതമരുളാൻ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററെ ക്ഷണിക്കാം. സർവശക്തൻ്റെ നാമത്തിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. JDT ഇസ്ലാം LP സ്കൂൾ ജാം 2026 ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ജബ്ബാർ സാഹബ്, നമ്മുടെ എല്ലാം സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ PC അൻവർ സർ, നമ്മുടെ ഉദ്ഘാടകൻ R ഹരിപ്രസാദ്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് മെഡിക്കൽ കോളേജ്, നമ്മുടെ ചീഫ് ഗസ്റ്റ് രമേശ് കാവിൽ, പോയറ്റ് അതുപോലെ തന്നെ രചയിതാവുമായ രമേശ് കാവിൽ, പ്രിയ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് JDT ഇസ്ലാം LP സ്കൂൾ. നമുക്കറിയാം, 1921 മലബാർ സമരത്തിൻ്റെ ഭാഗമായി അനാഥരാക്കപ്പെട്ട അഗതികളാക്കപ്പെട്ടവരെക്കുറിച്ച് മലബാർ സിംഹം എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചുകൊണ്ട് അങ്ങ് പഞ്ചാബിലുള്ള അബ്ദുൽ ഖാദർ ഖസൂരി വായിക്കാനിടയാവുകയും അദ്ദേഹം കോഴിക്കോടേക്ക് വരികയും ഒരു വാടക കെട്ടിടത്തിൽ 1922 ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി. അതിനുശേഷം 1932 JDT ഇസ്ലാം LP സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നേക്ക് 94 വർഷമായി നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികവുറ്റ ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം ഉയർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സബ് ജില്ലയിലെ എല്ലാവിധ കലോത്സവങ്ങളിലും സ്പോർട്സ് ആവട്ടെ, അത്ലറ്റിക് ആവട്ടെ, അതേപോലെ തന്നെ കലാമേളകളിലാവട്ടെ, ശാസ്ത്രമേളകളിലാവട്ടെ, എല്ലാ മേളകളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് ജില്ലയിലെ തന്നെ വളരെ ഉന്നതിയിലുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ LP സ്കൂൾ. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷനും അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഒന്നുകൊണ്ടും, അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനം വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെയധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 500-ലധികം കുട്ടികൾ 14 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വികസനം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ചുവടുവെപ്പും എടുത്തുകൊണ്ടിരിക്കുന്നത്. AI കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ റിയാലിറ്റി എങ്ങനെ ക്ലാസ് റൂമുകളിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പുതിയ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുകൾ ഭാഗം റൂഫ് ഒരു കിഡ്സ് ഹബ്ബായിട്ട് മാറ്റുവാൻ വേണ്ടി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇദ്രീസ് സാർ, നമ്മുടെ മാനേജർ ഇദ്രീസ് സാർ എന്ന് നിർവഹിക്കുകയുണ്ടായി. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സ്ഥാപനം ഉത്തരോത്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അകമഴിഞ്ഞ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പിന്തുണ വളരെ ശ്ലാഘനീയമാണ്. തുടർന്നും ആ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ ഈ കൊച്ചു കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾ കാണുവാൻ എത്തിയിട്ടുള്ള പ്രിയ രക്ഷിതാക്കളെ, ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ജബ്ബാർ സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് R ഹരിപ്രസാദാണ്. അദ്ദേഹം
അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോടാണ്. അദ്ദേഹത്തെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ജാം 2026 ഭാഗമായി ഇറക്കിയിട്ടുള്ള സപ്ലിമെൻ്റ് റിലീസിംഗ് നടത്തുന്നത് രമേഷ് കാവിലാണ്. നമുക്കറിയാം, ഗാനരചയിതാവും അതേപോലെ തന്നെ കവിയുമായ അദ്ദേഹമാണ് നമ്മുടെ സപ്ലിമെൻ്റ് റിലീസ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സപ്ലിമെൻ്റ് ഏറ്റുവാങ്ങുന്നത് സ്റ്റാഫ് എഡിറ്റർ നസീമ ടീച്ചറാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തുന്നത് ഡോക്ടർ PC അൻവർ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും 2 വർഷത്തോളം നമ്മുടെ സ്ഥാപനത്തിലും മറ്റ് പല സ്ഥാപനങ്ങളിലും 36 വർഷത്തോളം സർവീസുള്ള നാദിറ ടീച്ചർ റിട്ടയർ ചെയ്യുകയാണ്. നിസ്തുലമായ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്യുന്ന നാദിറ ടീച്ചർക്കുള്ള ആദരവ് ഈ സദസ്സിൽ നടത്തുന്നതാണ്. നാദിറ ടീച്ചറെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഗഫൂർ സാർ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ ഹമീദ് സാർ, നമ്മുടെ JDT ഇസ്ലാം VHSC പ്രിൻസിപ്പൽ ഹമീദ് സാർ, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കബീർ സാർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമുക്ക് അതിഥിയായി കിട്ടിയ മറ്റൊരു വ്യക്തിത്വമാണ് CA ഹാരിഫ് സാർ, ഈ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് മറ്റൊരു മാന്യ വ്യക്തിത്വം ഹിലാൽ ഹസൻ സാറാണ്. നമ്മുടെ JDT ഇസ്ലാം ജോയിൻറ്റ് സെക്രട്ടറി ഹിലാൽ ഹസൻ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവാർഡ് കൈമാറ്റത്തിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്നും ലിറ്റിൽ സ്കോളർ അവാർഡ് വിന്നറായി മാധ്യമം നടത്തിയ ലിറ്റിൽ സ്കോളർ അവാർഡിന് നമ്മുടെ സ്ഥാപനത്തിലെ ദേവദർശനാണ് അർഹനായത്. ലിറ്റിൽ സ്കോളർ അവാർഡ് വിന്നറായ LSSൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ദേവദർശന് അവാർഡ് നൽകുന്നുണ്ട്. അതേപോലെ പാർത്ഥിവ് നിഖിൽ ബെസ്റ്റ് ലിറ്റിൽ സ്പീക്കർ, മാധ്യമം വെളിച്ചം നടത്തിയ ബെസ്റ്റ് ലിറ്റിൽ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പാർത്ഥിവ് നിഖിൽ. നമ്മുടെ സ്ഥാപനത്തിൽ 4ാം ക്ലാസ്സിൽ പഠിച്ച് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർത്ഥിവ് നിഖിൽ. അതേപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യ സെലിബ്രിറ്റി ഗസ്റ്റ് ഷഫീർ കുറ്റ്യാടി, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിയ ലക്കി ഡ്രോ അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർ ബിൽജുലാൽ സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ആശംസകൾ നിർവഹിക്കുന്ന നവാസ് മൊഴിക്കൽ, SSG കൺവീനർ, ഹസീന MPTA ചെയർപേഴ്സൺ, മാനസ PNB ബാങ്ക് മാനേജർ എന്നിവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത ഇവിടുത്തെ പ്രഥമ അധ്യാപികയായിരുന്ന റുക്കിയ ടീച്ചർ, അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൽ റിട്ടയർ ചെയ്തതിന് ശേഷവും നിസ്തുലമായ സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ആദരപൂർവ്വം PTA പ്രസിഡന്റ് ജബ്ബാർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് വേദിയിൽ നമുക്ക് വേണ്ടി ഈ വർഷം വ്യത്യസ്ത പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് ശ്രീ TH അബ്ദുൽ ജബ്ബാറിനെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ റഷീദ് സാർ, ഈ ചടങ്ങിൻ്റെ ജാം 26ൻ്റെ ഉദ്ഘാടകൻ, ഏറെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഹരീഷ് പ്രസാദ് സാർ, JDT എന്ന മഹാസ്ഥാപനങ്ങളുടെ നിഷേധനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ PC അൻവർ സാർ, സെക്രട്ടറി ആരിഫ് സാർ,
അതേപോലെ വാർഡ് കൗൺസിലറും പ്രിയ സുഹൃത്തുമായ പി ബിജുലാൽ, ഗായകൻ സഫീർ കുറ്റ്യാടി, കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ വർഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അബ്ദുൽ കബീർ സാർ, ഗഫൂർ സാർ, അതേപോലെ ഹമീദ് സാർ, LP സ്കൂളിൻ്റെ മുൻ ഹെഡ് മാസ്റ്റർ അഷ്റഫ് സാർ, റുക്കിയ ടീച്ചർ, നാദിര ടീച്ചർ, മറ്റ് SST കൺവീനർ നവാസ് മൊയ്ക്കൽ, ചെയർപേഴ്സൺ ഹസീന, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ PTA സഹപ്രവർത്തകരെ, MPTA, SST സഹപ്രവർത്തകരെ, കുട്ടികളുടെ കലാപ്രകടനത്തിനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. മികച്ച കോഴിക്കോട് ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ JDT എന്ന മഹാസ്ഥാപനത്തിൽ LP സ്കൂൾ നല്ല രീതിയിൽ വളരെ ഉന്നതിയിൽ നമ്മുടെ മക്കൾ കായിക രംഗത്തായാലും പഠന രംഗത്തായാലും ഉന്നത വിജയം കൈവരിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മുടെ മുന്നിലുള്ള ഈ സദസ്സ് തന്നെ. അവർക്ക് ഇങ്ങനെ ഒരു ഉച്ചയിലെത്താൻ കാരണക്കാരായ നമ്മുടെ ടീച്ചേഴ്സ്, ഈ LP സ്കൂളിൻ്റെ മഹാസ്ഥാപനത്തിലെ ഈ ടീച്ചേഴ്സ്, അവരെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. ഈ ഒരു അവസരത്തിൽ അവരെ പ്രത്യേകം PTA പേരിൽ നമ്മുടെ ടീച്ചേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം കുട്ടികളുടെ പ്രകടനത്തിനാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇവരുടെ സഹകരണം നമ്മൾ PTA എന്ന് പറഞ്ഞ പാരൻസും ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ ഏത് രീതിയിലാണെങ്കിലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ കുറേ ഈ സ്ഥാപനത്തിൽ നമ്മുടെ LP സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ സംഗതികളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ നേരത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ടർഫിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ അത് രക്ഷിതാക്കളുടെ പിന്തുണയും അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും അവരുടെ അടുത്ത് ചെന്ന് എത്തുമ്പോൾ അവർ നോ എന്ന് പറയാറില്ല. അവർ നമ്മൾക്ക് വേണ്ട LP സ്കൂളിന് വേണ്ട കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകം അവരോട് ഇതിന് നന്ദി അറിയിക്കുകയാണ്. ഇതിൽ നമ്മുടെ ആദരിക്കുന്ന 3 നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനാധ്യാപകർ കബീർ സാർ, ഗഫൂർ സാർ, ഹമീദ് സാർ, ഇവരൊക്കെ ഈ യോഗത്തിലേക്ക് നമ്മുടെ ആശംസാപൂർവ്വം ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജാം ഈ നാടിൻ്റെ ഉത്സവമാണ്. ഇവിടെ സൂപ്പർ പെർഫോമൻസ് നടക്കും. ഈ രാത്രി കളറാകും, നിങ്ങളുടെ മനം കവരും. നമ്മുടെ ഈ അടിപൊളി ജാം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ക്ഷണിക്കാം മെഡിക്കൽ കോളേജ് ACP R ഹരിപ്രസാദ് സാറിനെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള മഹത് വ്യക്തികളെ, ജനപ്രതിനിധികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്തരമൊരു പരിപാടിക്ക് ഒരു പോലീസ് ഓഫീസറെ ക്ഷണിക്കുന്നതിനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആദ്യം. പക്ഷേ ഞങ്ങൾ ഇത്തരത്തിലൊരവസരം കുട്ടികളും എസ്പെഷ്യലി അവരുടെ രക്ഷിതാക്കളും ആണെങ്കിൽ അവരോട് സംസാരിക്കാൻ കിട്ടുന്നൊരു വേദി ഞങ്ങൾ ഒഴിവാക്കാറില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിലൂടെയാണ്. നമ്മൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് കിട്ടുമ്പോൾ പലരോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുന്നതിലും നല്ലതാണല്ലോ ഇത്രയും ആൾക്കാർക്ക് പോലീസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ. അതുകൊണ്ട് അത്തരമൊരവസരം നമ്മൾ ഒഴിവാക്കാറില്ല. അതിൻ്റെ ഭാഗമായാണ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ മറ്റെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓടിയെത്തുന്നത്. പക്ഷേ ഇത്തരമൊരു പരിപാടികളിൽ നമ്മളിപ്പോൾ കണ്ട് LP സ്കൂളിലെ കുട്ടികളാണ്, കൂടുതലും രക്ഷിതാക്കളാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ LP സ്കൂളിലെ കുട്ടികളെ നമുക്ക് കലാപരിപാടികൾക്കും നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടുന്ന
ഒരു കാറ്റഗറി LP ആകുമ്പോൾ മാത്രമാണ്. UP മുതൽ അങ്ങോട്ട് കുട്ടികൾ നമ്മളെ എല്ലാ തരത്തിലും ഓവർടേക്ക് ചെയ്ത് തുടങ്ങും, എല്ലാ കാര്യത്തിലും. ഒരു ഹൈസ്കൂളൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ നമ്മളുമായിട്ടുള്ളൊരു ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ്. നമുക്ക് പലതും, കുട്ടികൾ ചെയ്യുന്നത് പലതും നമുക്ക് മനസ്സിലാവില്ല. നമ്മളവരെ നമുക്ക് അവരെ ക്യാച്ചപ്പ് ചെയ്യാനാവില്ല. അവരായിരിക്കും വളരെ സ്പീഡിൽ പോകുന്നത്. പിന്നീടുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 11th 12th ഉള്ള കുട്ടികൾ, അഡോളസൻസ് ഏജിലുള്ള കുട്ടികളുടെ പല നടപടികളും സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പം അത്രയും ടെക്നോളജി ഡ്രിവനാണ് പിള്ളേർ. നമ്മൾ തമ്മിലുള്ള കാര്യമായ വ്യത്യാസം അതാണ്. അപ്പോൾ അത് അധികം ബാധിക്കാതെ കിട്ടുന്ന കുട്ടികൾ ഈ LP ക്ലാസ്സുകളിലുള്ള കുട്ടികളെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരെയും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവരെ ആ പാർട്ടിസിപ്പേഷന് വേണ്ടി, അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടികളിൽ നമ്മൾ ആനന്ദം കൊള്ളുന്നതും നമ്മൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മേലോട്ട് ഓരോ ക്ലാസ് ഉയർന്നു വരുമ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷൻ പൊതുസമൂഹത്തിൽ നിന്നും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്നും മാറി എത്രയോ കുട്ടികൾ പുറത്ത് ഇതിലൊന്നും പങ്കെടുക്കാതെ തിരിഞ്ഞു നടക്കുന്നതായിട്ടാണ് ഉയർന്ന ക്ലാസ്സുകളിലെ കുട്ടികളുടെ പരിപാടി വരുമ്പോൾ കാണുന്നത്. അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പരിപാടി നടത്തി അവരെയും കൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാഗമാക്കാൻ അധ്യാപക സമൂഹവും ഈ സ്കൂൾ കമ്മിറ്റികളും എല്ലാം തയ്യാറാവണം, അതിന് മെനക്കെടണം എന്നാണ് പോലീസ് എപ്പോഴും നമ്മൾ ഹയർ ക്ലാസ്സിലെ ആളുകളോടൊക്കെ പറയാറ്. കുട്ടികളാണ് നമ്മുടെ ഭാവികൾ. കുട്ടികളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികൾ ഇപ്പോൾ പുതുതായിട്ട് സൃഷ്ടിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാ ജൂനിയർ സീനിയർ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സും ഒക്കെ തമ്മിലടിയാണ്, മൃഗീയ അടിയാണ്. പല സ്കൂളുകളിലും റാഗിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ക്രൂരത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ലെവലിലാണ് കുട്ടികൾ തമ്മിലുള്ള അവരുടെ ആ ഒരു വേദനിപ്പിക്കുന്നതിനൊക്കെ വളരെ പൈശാചികമാണ് ആക്രമണ രീതിയുമെല്ലാം. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ബ്ലാങ്കാണ്. കുട്ടികളെ നമ്മൾ ഒന്നെങ്കിൽ സമൂഹവും രക്ഷിതാക്കളും കുട്ടികളെ എവിടെയാണോ വളരുന്നത് അവരുടെ സ്വഭാവമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാനും നമുക്ക് സംവേദിക്കാനും പൊതുജനങ്ങളുമായിട്ട് പറയാനുമുണ്ട്. പക്ഷേ ഇത്തരമൊരു വേദി ചെറിയ പിള്ളേരാണ്. സമയം 8 മണിയാറായി. പിള്ളേർക്ക് ഇഷ്ടം പോലെ കലാപരിപാടികളുണ്ട്. വേദിയിൽ അത്രയും ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ, കാരണം പോലീസാണ്, പോലീസ് പറയുക നിയമമാണ്. നിയമം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം അവരുടെ സ്വതന്ത്രമായ മൂവ്മെൻറ്റുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു സാധനമാണ് നിയമം. നിയമം എന്ന് പറയുന്നത് കുറേ റെസ്ട്രിക്ഷൻസാണ്. അപ്പോൾ അതാർക്കും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ജോലി. അതുകൊണ്ട് പോലീസിനെ ആർക്കും സ്നേഹിക്കാനും കഴിയില്ല. കാരണം ഈ റെസ്ട്രിക്ഷൻസൊക്കെ ആർക്കും അനുഭവിക്കാൻ താല്പര്യമില്ലാത്ത, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് വരരുത്, നടക്കരുത്, ഓടരുത് എന്നൊക്കെ പറയുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത്തരം ഒരു കാര്യം ഇവിടെ വന്നിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങളെയും ക്ഷീണിപ്പിക്കാൻ ഇല്ല. നമുക്ക് അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പറയേണ്ട വേദികൾ വരുമ്പം അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പിലിരിക്കുന്ന കുട്ടികളോടാണ് നമുക്ക് കൂടുതലായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. എന്നിരുന്നാലും ഇത്തരത്തിലൊരു പരിപാടിക്കും ഇത്തരത്തിൽ നിങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളൊക്കെ ആരാവുമെന്ന് നമുക്കറിയില്ല. പലരും വളരെ വലിയ ആളുകളായി മാറിയേക്കാം. കാരണം അങ്ങനെയാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു ചെറിയ പിള്ളേരാണെങ്കിലും അവരെ കാണാൻ വേദിയൊരുക്കി തന്ന മാനേജ്മെൻറ്റിനോടും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും അതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. എഴുത്തും വരയും കളിയും നിറഞ്ഞ ഈ വർഷത്തെ ഒപ്പിയെടുത്ത് ജാമിലേക്ക് തയ്യാറാക്കിയ
ജാം സപ്ലിമെന്റിന്റെ പ്രകാശനം നടക്കുകയാണ്. പ്രകാശനം നിർവഹിക്കാൻ രമേശ് കാവിൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മളോട് അല്പം നേരം സംസാരിക്കാനും കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ജാം 2026 സപ്ലിമെന്റിന്റെ പ്രകാശനമാണ് നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രൗഢമായ ഈ സദസ്സിൽ പ്രഗത്ഭ ഗാനരചയിതാവ് രമേശ് കാവിൽ നിർവഹിക്കുന്നത്. നമുക്ക് കരഘോഷങ്ങളോടെ ഈ പബ്ലിഷിംഗ് ഇവന്റിൽ പങ്കുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, JDT ഇസ്ലാം LP സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ഇപ്പോഴിവിടെ നടന്നിട്ടുള്ളത്. കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് ഞാൻ ദീർഘനേരം പ്രസംഗിക്കുന്നില്ല. വേദിയിൽ എൻ്റെ നാട്ടുകാരൻ കൂടിയായ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഹരിപ്രസാദ് സാർ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അടങ്ങിയിരുന്നു എന്ന് വരും. തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാനാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അനുഭവം പറയുകയാണ്. ആ അനുഭവം കേട്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നുന്നു എന്നൊന്ന് അല്പനേരം മനസ്സിരുത്തി ആലോചിച്ചാൽ മതി. ഞാനൊരിടത്ത് അതിഥിയായി ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ ചെന്നാൽ എൻ്റെ ജോലി ക്വിസ് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കലാണ്. 10,001 രൂപയാണ് 1ാം സമ്മാനം, 7,501 രൂപയാണ് 2ാം സമ്മാനം, 5,001 രൂപയാണ് 3ാം സമ്മാനം. നല്ല വില കൂടിയ ട്രോഫിയുമുണ്ട്. ഞാൻ ആ ചടങ്ങിലേക്ക് വന്നിറങ്ങുമ്പോൾ അതിൻ്റെ സംഘാടകർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സർ, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, എന്താണ് അത്ഭുതം? അതോ, ഇവിടെ ഈ ക്വിസ് മത്സരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കുട്ടി ചോദിച്ച 25 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് ജയിച്ചു. ക്വിസ് നടത്തിയ മാഷ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 25 ചോദ്യങ്ങളും ആ പെൺകുട്ടി ഉത്തരം കൊണ്ട് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് സാർ ആ പെൺകുട്ടിയെ പ്രത്യേകമായി ഒന്ന് അഭിനന്ദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അഭിനന്ദിക്കും. 25-ൽ 25 മാർക്ക് കിട്ടിയ മിടുക്കിയെ അഭിനന്ദിക്കാതെ വയ്യല്ലോ. പക്ഷേ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് വെച്ച സ്കോർ ബോർഡിലേക്ക് സൂക്ഷിച്ച് നോക്കി. അവിടെ 5 കുട്ടികൾക്ക് 0 കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ 0 കിട്ടിയ കുട്ടികൾ ആരെങ്കിലും സദസ്സിലുണ്ടാവുമോ എന്നാണ്. നിങ്ങൾ അല്പനേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടിക്കാണ് 0 കിട്ടിയതെങ്കിൽ നിങ്ങൾ അത്തരമൊരു സദസ്സിൽ ഇരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഇനി ആ കുട്ടി പറയാൻ വിചാരിക്കുക, എനിക്ക് ഈ സമ്മാനം കൊടുക്കുന്നതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ എന്തായിരിക്കും രക്ഷിതാവ് പറയുക? പിന്നെ 25 ചോദ്യം ചോദിച്ച് ഒറ്റ എണ്ണത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാതെ മത്തം കുമ്പളങ്ങയും വാങ്ങിയിരിക്കുന്ന നീ തന്നെ വേണം ഇവിടെ ഇരിക്കാനെന്ന് പറഞ്ഞ് രക്ഷിതാവ് അവരെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടാവണം. ഇനി ഞങ്ങൾ അധ്യാപകരുടെ കൂടെയാണ് വരുന്നതെങ്കിലോ, ഞങ്ങളും തെറ്റിക്കളയും വളരെ പെട്ടെന്ന്. എന്നോടാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, മാഷേ, നിങ്ങളെ സ്കൂളിലെ കുട്ടിക്കല്ലേ 0 കിട്ടിയത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയാറിയോ? ആ കുട്ടി ഇക്കൊല്ല എൻ്റെ സ്കൂളിലേക്ക് വന്നത്, കഴിഞ്ഞൊല്ലൊക്കെ വേറെ സ്കൂളായിരുന്നു പഠിച്ചത് എന്നാണ്. അപ്പോൾ 0 കിട്ടിയവന് അന്ന് സ്കൂളുണ്ടാവില്ല, 0 കിട്ടിയവന് ഉമ്മയുണ്ടാവില്ല, ഉപ്പയുണ്ടാവില്ല, 0 കിട്ടിയവന് അച്ഛനുണ്ടാവില്ല, അമ്മയുണ്ടാവില്ല, 0 കിട്ടിയവന് നാടുണ്ടാവില്ല, വീടുണ്ടാവില്ല, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തും ഒന്നും ഉണ്ടാവില്ല. 0 കിട്ടിയവരെ തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ വേദിയിൽ കയറി എൻ്റെ പ്രസംഗം ഇങ്ങനെ ആരംഭിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി ട്രോഫി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. വിജയികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുതിക്കാൻ വേണ്ടി കവറിനകത്ത് പണം അങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ സമ്മാനങ്ങളൊക്കെ നൽകുന്നതിന് മുമ്പ് ഞാനിതാ
പ്രത്യേകിച്ചൊരു സമ്മാനം നൽകാൻ പോവുകയാണ്. പക്ഷെ ആ സമ്മാനം നൽകുന്നത് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനനുസരിച്ചായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ 25 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ ആ മിടുക്കി ഒന്നുകൂടി തലയുയർത്തി നിന്ന് ദാ ചോദിക്കൂ, എന്നോട് ചോദിക്കൂ, 26ാമത്തതിനും ഞാൻ ഉത്തരം പറയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നിന്നു. സദസ്സിലെ കുട്ടികളോ ഇതുകൂടി ഓക്ക് കൊടുത്തേക്ക് മാഷേ, എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത് എന്ന മുഖഭാവത്തോടു കൂടി അവരും ഇരിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേട്ടോ, സൂക്ഷിച്ചിട്ട് ഉത്തരം പറയണം. ചോദ്യം ചോദിച്ച തൊട്ടടുത്ത നിമിഷത്തിൽ ഉത്തരം പറഞ്ഞാൽ സമ്മാനം കിട്ടൂ കേട്ടോ എന്ന് പറഞ്ഞു. സർ പറയാം. ഞാൻ ചോദ്യം ചോദിച്ചു, എന്തിനാണ് ക്യൂസ് മത്സരം നടത്തുന്നത്? അത് ചട്ടപടാന്നും പറഞ്ഞ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഉത്തരം പറയാൻ പറഞ്ഞു. സർ, അറിവ് വർദ്ധിപ്പിക്കാനാണ് ക്വിസ് മത്സരം നടത്തുന്നത്. ബുദ്ധി കൂട്ടാനാണ് സർ ക്വിസ് മത്സരം നടത്തുന്നത്. കഴിവ് വർദ്ധിപ്പിക്കാനാണ് ക്വിസ് മത്സരം നടത്തുന്നത്. എങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൺകുട്ടി തമാശക്കാരനെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, സർ 10,100 ഉറുപ്യ കിട്ടാനാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ഞാൻ വേദിയിലിരിക്കുന്ന ആ മിടുക്കികളോട് ചോദിച്ചു, എന്തിനാ ക്വിസ് മത്സരം നടത്തുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, സർ അറിവ് വർദ്ധിപ്പിക്കാനാണ്, ബുദ്ധി കൂട്ടാനാണ്, വായന വർദ്ധിപ്പിക്കാനാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ സമ്മാനം ഞാൻ ഇന്ന് നൽകാൻ പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയ ആൾക്കാണ്. അങ്ങനെയെങ്കിൽ ഞാനിതാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അതാ ചട്ടപടാ കുട്ടികളെ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയത് 0 കിട്ടിയവർക്കാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ്? 0 കിട്ടിയ ആൾക്ക് 25 പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട് സാർ ഇന്ന്. അപ്പോൾ 25 മാർക്ക് കിട്ടിയ ആൾക്കോ? ഒരുക്ക് 0 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വേദിയിലെ ആ മിടുക്കിയെ നോക്കിയിട്ട് ചോദിച്ചു, മോളെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, സാർ എൻ്റെ അഭിപ്രായവും ഇന്ന് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയത് 0 കിട്ടിയ ആൾക്കാണ് എന്നാണ് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സമ്മാനം ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയ ആൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, കൊടുക്കൂ സാർ. ഞാൻ എൻ്റെ കയ്യിലെ കൊച്ചു പേന ഉയർത്തിയിട്ട് പറഞ്ഞു, ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയ ആൾക്ക് ഞാനിതാ ഈ സമ്മാനം നൽകാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ആരും വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി, ഒരാളും എഴുന്നേൽക്കുന്നില്ല. അല്പസമയത്തിന് ശേഷം ഒരാൺകുട്ടി 2 കൈകളും ഉയർത്തി ഉറക്ക വിളിച്ചു പറഞ്ഞു, സർ എനിക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയതെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കാണ് സർ 0 കിട്ടിയത്. അപ്പോഴേക്കും കുട്ടികളെല്ലാം വലിയ ശബ്ദത്തിൽ കൈയടിക്കാൻ തുടങ്ങി. 0 കിട്ടിയവൻ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയവനാണ് എന്ന തിരിച്ചറിവിൽ കുട്ടികൾ നന്നായി കൈയടിച്ചു തുടങ്ങി. വേദിയിലുള്ള 3 കുട്ടികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഈ സമ്മാനം വാങ്ങണ്ടേ? അവൻ ഓടി വരികയാണ് സമ്മാനം വാങ്ങാൻ. സ്റ്റേജിനടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ആരെ കൂടെയാണ് വന്നത്? അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു. അവർ കരയുകയായിരുന്നു, വല്ലാതെ കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ? ഞാനിവൻ്റെ അമ്മയാണ് സർ. ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയ കുട്ടിയുടെ അമ്മയല്ലേ, എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. ഇല്ല സർ എന്ന് പറഞ്ഞ് കണ്ണിങ്ങനെ തുടച്ചു. മകൻ സമ്മാനം വാങ്ങുന്നത് കാണണ്ടേ? കാണണം സർ. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് 2 കൈ കൊണ്ട് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്നുണ്ട്, മൊബൈൽ പിടിവിടാതെ നിർത്തുന്നുണ്ട്. വേദിയിൽ നിന്ന് ഞാൻ സമ്മാനം കൊടുക്കുന്നത് അവർ മൊബൈലിൽ പകർത്തുന്നു. അപ്പം ഞാനൊരു സംശയം പറഞ്ഞു അവരോട്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കുട്ടിയെ കണ്ടില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, കാണൂല സർ. അതെന്താ? കാണൂല സർ. അതെന്താ? ഇല്ല സർ, അവനെ കാണൂലായിരുന്നു സാർ. പിന്നെയും അവർ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തേ? അതോ, ഞാനവനെ കുറേ നേരമായി എൻ്റെ സാരീൻ്റെ ഉള്ളിൽ ഒളിച്ചു പിടിക്കുകയായിരുന്നു സാർ എന്നോ. ഞാൻ ചോദിച്ചു, എന്തിന്? അപ്പം അവർ പറയാ, 0 കിട്ടിയവനെ എങ്ങനെയാണ് സർ പൊതുജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്ന്. വലിയ സങ്കടമാണ് ആ അമ്മയ്ക്കുള്ളത്. അവർ പൊട്ടിക്കരയുന്നുണ്ട്. 0 കിട്ടിയവനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്, ഞാൻ കാണുന്നത് എന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. ആ അമ്മ തൻ്റെ മകൻ തീരെ മോശക്കാരനായിപ്പോയി എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം തുടർന്നു. ഇല്ല, 0 കിട്ടിയവരാരും അങ്ങനെ മോശക്കാരൊന്നും ആയി പോവില്ല. നോക്കൂ, ഇപ്പോൾ കരണ്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നായിരുന്നു ഞാൻ പിന്നീട് അവരോട് ചോദിച്ചത്. ഇപ്പോഴിവിടെ കരണ്ട് പോയാൽ
ഈ മൈക്കിൻ്റെ ശബ്ദം നിലച്ചു പോകും, ഈ വെളിച്ചം അണഞ്ഞു പോകും. ഇവിടുത്തെ ജാം പരിപാടിക്ക് അത് തടസ്സമുണ്ടാക്കും. ഓഡിറ്റോറിയം മുഴുവൻ ഇരുട്ട് പകരും. ഇന്ന് മുഴുവൻ കരണ്ട് വന്നില്ലെങ്കിലോ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഒരു വിളക്ക് പോലും തെളിയുകയില്ല, നിങ്ങളുടെ ഫാൻ കറങ്ങുകയില്ല, നിങ്ങളുടെ ടാങ്കിലേക്ക് കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കയറി വരികയില്ല. നാളെ നിങ്ങൾ നിരത്തിലിറങ്ങിയാൽ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു തുള്ളി പെട്രോൾ പോലും നിങ്ങളുടെ വാഹനത്തിലേക്ക് വരില്ല. ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ഒരു രൂപ പോലും സഞ്ചരിക്കുകയില്ല. തൊട്ടപ്പുറത്തെ ആശുപത്രികളിൽ വെന്റിലേറ്ററിലും ICUവിലും എന്നൊക്കെ കിടക്കുന്ന രോഗികൾക്ക് ശ്വാസം പോലും കിട്ടുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വൈദ്യുതി ഇല്ലാതായാൽ ചത്ത് തീർന്നു പോകും. ഈ ലോകത്തെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഊർജ സ്രോതസ്സുകളിൽ ഒന്നല്ലേ വൈദ്യുതി? അത്രയും പറഞ്ഞ് ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഈ വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാ? അത് കുറച്ചു നേരം അവരിങ്ങനെ ആലോചിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാർ എനിക്കറിയാം ഉത്തരം. ആരാ മോളെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, മൈക്കിൾ ഫാരഡെയാണ് സാർ കണ്ടുപിടിച്ചത് അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, മൈക്കിൾ ഫാരഡെ വൈദ്യുതിയുടെ പിതാവാണ്. അടുത്ത് ഞാൻ അവളോട് ചോദിച്ചു, മൈക്കിൾ ഫാരഡെയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? ഇല്ല സർ. മൈക്കിൾ ഫാരഡെ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്നറിയാമോ? ഇല്ല സർ. ഞാൻ പറഞ്ഞു 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 13ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരാളായിരുന്നു വൈദ്യുതിയുടെ പിതാവായ മൈക്കിൾ ഫാരഡെ. പുറത്തു പോയി അയാൾ. എന്താ അറിയോ, അയാളെ പഠിപ്പിക്കാനുള്ള പണമുണ്ടായിരുന്നില്ല. ഞാൻ JDT ഇസ്ലാമിൻ്റെ ഈ ചരിത്രം വായിച്ചപ്പോൾ, ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അതിനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരുമൊക്കെ സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ കോഴിക്കോട്ട് കുറച്ചപ്പുറത്ത് കുറച്ച് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി, പഠിക്കാൻ ആരും സഹായമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട, സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി പടർന്നു പന്തലിച്ച ഒരു വലിയ വിദ്യാഭ്യാസ ശൃംഖലയായ JDT ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. മൈക്കിൾ ഫാരഡയെ പഠിക്കാൻ ആരും സഹായിക്കാതെ പോയി. പക്ഷേ ആ കുട്ടി ബുക്ക് ബൈൻഡിങ് കടയിലായിരുന്നു ജോലി ചെയ്തത്. ബുക്ക് ബൈൻഡിങ് കടയിൽ ജോലിക്ക് കൊണ്ടുതരുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, ബൈൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കിയിട്ടാണ് ആ കുട്ടി പിന്നീട് പഠിച്ചത്, അവൻ്റെ അറിവ് വർദ്ധിപ്പിച്ചത്. തൊട്ടപ്പുറത്ത് നടന്ന ഒരു പ്രസംഗം കേൾക്കാൻ അവൻ തൻ്റെ കടയുടമ കൊടുത്ത കാശും കൊണ്ടാണ് ടിക്കറ്റ് എടുത്ത് പോയി കേട്ടത്. അതിൽ നിന്ന് അത്ഭുതകരമായ പുതിയ ആശയങ്ങൾ ഉണ്ടായിട്ട് ആ കുട്ടി വളർന്ന് വലുതായി വന്നിട്ടാണ് ലോകം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സുകളിലൊന്നായ വൈദ്യുതിയുടെ ആദ്യകാലം ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പറഞ്ഞു വന്നത്, നിങ്ങളുടെയും എൻ്റെയും വീട്ടിലും നാട്ടിലുമൊക്കെ ധാരാളം കുട്ടികൾ തോറ്റുപോകുന്നവരുണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാനുള്ള നല്ല ഒരു മനസ്സ് ഉണ്ടാകുന്നവരാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാട്ട്, ഒരു കുഞ്ഞു പാട്ട് പാടും. ആ കുഞ്ഞു പാട്ട് പാടുമ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചു തരണം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാട ഇട്ട മലയാളം, പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാട ഇട്ട മലയാളം. ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും, ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും തട്ടം പുതച്ച മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും
ഉപ്പുതൊടുന്ന മലയാളം. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നാവിൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ച് വളർന്നു വന്ന നന്മയുടെ ഒരു ഭാഷ, മാതൃഭാഷ വിളയാടി നിൽക്കുന്ന ലോകത്തോളം ഉയർന്ന അത്യന്താധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമ്പോഴും അവർക്ക് സ്നേഹത്തിൻ്റെയും മൂല്യങ്ങളുടെയും കൂടെ സഞ്ചരിക്കുവാൻ കൂടിയുള്ള പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷം ഇത്രയും മനോഹരമായി ആഘോഷിക്കാൻ ഒരുക്കിയെടുത്ത ഈ വിദ്യാലയ അധികൃതർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കൊരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ. സേവനത്തിനൊടുവിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ നിയമത്തിലാണ് JDT ഇസ്ലാം LP സ്കൂളിൽ എത്തിച്ചേരുന്നത്. മദ്രസുൽ മുജാഹിദീൻ തടമ്പാട്ട് താഴം, GLP വരദൂർ, പാലാട് GLP സ്കൂൾ, കൊടുവള്ളി GMLP സ്കൂൾ, എലത്തൂർ CMC സ്കൂൾ, തിക്കോടി GMUP സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സേവനം നിർവഹിച്ച് തൻ്റെ സേവനകാലത്തിൻ്റെ അവസാന വർഷം JDT ഇസ്ലാമിൽ എത്തിച്ചേർന്ന നാദിറ ടീച്ചർ സേവനാനുഭവങ്ങളുടെ വ്യത്യസ്തതയിൽ കുരുത്വ അധ്യാപനത്തെ അവിസ്മരണീയമാക്കി 7ഓളം വിദ്യാലയങ്ങളിൽ കുരുന്നുകൾക്ക് അറിവും അലിവും പകർന്ന പ്രിയപ്പെട്ട നാദിറ ടീച്ചർക്ക് സ്കൂളിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. 32 വർഷക്കാലം JDT ഇസ്ലാമിൽ സേവന നിരതനായ 1993 ഒക്ടോബറിൽ JDT ഇസ്ലാമിൽ ഹൈസ്കൂൾ അധ്യാപകനായി 7 വർഷക്കാലം സേവനം നിർവഹിക്കുകയും തുടർന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനായി 4 വർഷം സേവനം അനുഷ്ഠിക്കുകയും നീണ്ട 22 വർഷക്കാലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി സേവനം നിർവഹിക്കുകയും ചെയ്ത അബ്ദുൽ കബീർ മാസ്റ്ററാണ് തുടർന്ന് ഉപഹാരം സ്വീകരിക്കുന്നത്. ശാന്തസുന്ദരവും വശ്യമനോഹരവുമായ സേവനകാലം സഹപ്രവർത്തകരിലേക്ക് പകർന്ന സ്ഥാപന മേധാവി, JDT ഇസ്ലാമിൻ്റെ സഹൃദയ സംഗമങ്ങളിലും സാംസ്കാരിക ചലനങ്ങളിലും സംഘാട മികവുകൊണ്ട് പ്രഭയായി പടിയിറങ്ങുകയാണ് അബ്ദുൽ കബീർ മാസ്റ്റർ. ആശംസകൾ. തുടർന്ന് ഉപഹാരം സ്വീകരിക്കുന്നു അബ്ദുൽ ഗഫൂർ സാർ. 1993 UP സ്കൂൾ അധ്യാപകനായി സേവനം ആരംഭിക്കുകയും 97 ഹൈസ്കൂൾ അധ്യാപകനായും 2010 ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാവുകയും തുടർന്ന് 2014 ഹെഡ് മാസ്റ്റർ പദവി അലങ്കരിക്കുകയും ചെയ്ത 12 വർഷക്കാലം ഹെഡ് മാസ്റ്റർ പദവി അലങ്കരിച്ച അബ്ദുൽ ഗഫൂർ സാറാണ് തുടർന്ന് നമ്മുടെ ഉപഹാരം സ്വീകരിക്കുന്നത്. സഹൃദയപ്രിയകൻ, ഈണങ്ങളുടെ സഹയാത്രികൻ, ഇണക്കമുള്ള നേതൃത്വം, ഹൃദ്യമായ സഹവർത്തിത്വം, ഈണമുള്ള തുടർ ജീവിതത്തിന് ആശംസകൾ നേരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മാഷയുടെ പ്രസംഗം കേൾക്കാനാണ് വലിയ ഇഷ്ടം തോന്നിയത്. അതിൻ്റെ കൂടെ നല്ല പാട്ട്, അത് പിന്നെ ഇവിടെ ഒരു സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും LP സ്കൂളിൻ്റെ ഈ ഉത്സവങ്ങൾ കാണിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ PTA പ്രവർത്തനം കൊണ്ട് വളരെ എന്താ പറയുക പൊലിമയോടുകൂടി ഇത്തരം പരിപാടികൾ നടത്തുന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. മാനേജ്മെൻറ്റിന് ഒന്നിങ്ങനെ താങ്ങുക എന്നുള്ളത് മാത്രമാണ് ജോലി. ജബ്ബാർ സാഹിബും നവാസ്കൊക്കെ നേതൃത്വം നൽകുന്ന പല ഉമ്മമാരും ഇവിടെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. നമ്മളെ പാരൻസ് എന്ന് പറയുന്നത് ഉമ്മമാർ മാത്രമാണോ എന്ന് പോലും സംശയിക്കുമാറുള്ള ഉമ്മമാരുടെ പ്രസൻസാണ്. ഏതായാലും കുട്ടികളുടെ പഠനത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന അതാണ് നമ്മുടെ ഉമ്മമാർ. അത് സന്തോഷം തന്നെയുള്ളൂ. ഏതായാലും ഇത്തരം പരിപാടികൾ നടത്തിയതിലുള്ള അഭിനന്ദനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടുത്തെ പാരൻസിനും ടീച്ചേഴ്സിനുമാണ്. ടീച്ചേഴ്സ് കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ അവിടുന്ന് ടീച്ചർമാരും ഡാൻസ് ചെയ്യുന്നതാണ് കാണുന്നത്. അതൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി വീക്ഷിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. ഈ JDTയുടെ നന്മകൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഞങ്ങളുടെ കൂട്ടുകാരെ ആദരിക്കുന്ന സമയമാണ്. LSS ലിറ്റിൽ സ്കോളർ അവാർഡ് നേടിയ ദേവദർശൻ, മാധ്യമം പത്രത്തിൻ്റെ ലിറ്റിൽ സ്പീക്കേഴ്സ് അവാർഡ് നേടിയ പാർത്ഥിവ് നിഗൽ,
അവാർഡ് നൽകുന്നതിന് വേണ്ടി JDT ഇസ്ലാം സെക്രട്ടറി CA ഹാരിഫ് സാറിനെ ഒത്തിരി ഇഷ്ടത്തോടെ ക്ഷണിക്കുന്നു. വേദിയിൽ അവാർഡ് സ്വീകരിക്കുന്നത് ദേവദർശൻ JDT ഇസ്ലാം LP സ്കൂളിൽ നിന്നും LSS നേടിയ സംസ്ഥാനത്തെ മികച്ച LSS ജേതാക്കൾക്കുള്ള ലിറ്റിൽ സ്കോളർ അവാർഡ് നേടിയ ദേവദർശൻ CA ഹാരിഫ് സാറിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നു. ബെസ്റ്റ് ലിറ്റിൽ സ്പീക്കർ അവാർഡ് നേടിയിരിക്കുന്നത് പാർത്ഥിവ് നിഖിൽ. ഓൺലൈൻ സ്പീക്കർ അവാർഡ് നേടിയിരിക്കുകയാണ് പാർത്ഥിവ് നിഖിൽ. ഈ ചടങ്ങിൻ്റെ സെലിബ്രിറ്റി ഗസ്റ്റ് ഷഫീർ കുറ്റിയാടിക്കുള്ള ആശംസാ ഫലകം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട മുഖ്യാതിഥികളെ, വേദിയിൽ സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ജാൻ 2026 കിഡ്സ് JDT കിഡ്സ് അവേഴ്സ് ഓഫ് മെലോഡി ആനുവൽ ആർട്സ് ഫെസ്റ്റ് എന്ന ഈ മനോഹരമായ സാംസ്കാരിക സന്ധ്യയിൽ JDT ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഇന്ന് JDT ഇസ്ലാം LP സ്കൂൾ ചരിത്രത്തിലെ ഒരു അഭിമാന നിമിഷമാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. കുട്ടികളുടെ കഴിവുകളും സൃഷ്ടിപരമായ ചിന്തകളും വേദിയിൽ പൂർണ്ണമായി തെളിയുന്ന ഈ കലോത്സവം വിദ്യാഭ്യാസം പുസ്തകപരിധി കടന്ന് ജീവിത മൂല്യങ്ങളിലേക്ക് വളരേണ്ടതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്. ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സന്നിഹിതരായിരുന്ന നമ്മുടെ ACP ഹരീഷ് പ്രസാദ് സാറിനോടും കലാ സാംസ്കാരിക രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച രമേഷ് കാവിൽ, സഫീർ എന്നിവരോടും, നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ PC അൻവർ, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ഹിലാൽ സാഹിബ്, കൗൺസിലർ P ബിജുലാൽ എന്നിവരോടും ഈ വേദിയിൽ, അതുപോലെ തന്നെ നമ്മളെ നവാസ് മൂഴിക്കൽ എന്നിവരോടും ഈ വേദിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ യഥാർത്ഥ താരങ്ങൾ. നിങ്ങളുടെ ഓരോ ചുവടും ഓരോ പാട്ടും ഓരോ അഭിനയവും നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഴിവിൻ്റെയും മനോഹരമായ പ്രകടനങ്ങളാണ്. ജയവും തോൽവിയുമേക്കാൾ വലുതാണ് പങ്കാളിത്തം. ആ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതപാതയിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ഈ കലോത്സവത്തോടൊപ്പം റിട്ടയർമെൻറ്റ് ചടങ്ങ്, കിഡ്സ് പാർക്ക് ആൻഡ് ടോൺ ഹബ്ബ് ഫൗണ്ടേഷൻ, ലേയിങ് സെറിമണി, ലക്കി ഡ്രോ തുടങ്ങിയ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി സമ്പൂർണ്ണമാക്കിയ സംഘാടകരെയും അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവസാനമായി ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച എല്ലാവിധ സംഘാടകർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തീർച്ചയായിട്ടും സമയം താമസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാനായിരിക്കും നിങ്ങളുടെ ആഗ്രഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. രണ്ട് കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 94 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു തറവാടാണിത്. തറവാട് സ്കൂളാണ്. സാധാരണഗതിയിൽ ഇത്രയും ദൈർഘ്യമാകുമ്പോഴത്തേക്കും തറവാട് ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാറ്റിലും കലാ, സാഹിത്യ, കായിക രംഗങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ ഒരു സ്ഥാപനമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഇത്രയധികം പരിശ്രമിക്കുന്ന അധ്യാപകരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ എല്ലാ കുട്ടികളിലും ഏതെങ്കിലും രീതിയിലുള്ളൊരു കഴിവ്, സർഗാത്മകമായ കഴിവ്, കായിക രംഗങ്ങളിലൊക്കെ ഉള്ളൊരു കഴിവ്, ഒരു സ്പാർക്ക് എല്ലാ കുട്ടികളിലും ഉണ്ടാവും. 100% കുട്ടികളിലും ഉണ്ടാവും. നമ്മൾ അത് ശ്രദ്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിൻ്റെ തെളിവാണ് ഇത്രയധികം നിറഞ്ഞ സാന്നിധ്യം ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതേപോലെ കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ ഇതേപോലെ പരിപാടികളിലോ പങ്കെടുക്കുമ്പോൾ
ഒരിക്കലും നിങ്ങളൊരു മത്സരബുദ്ധിയോടുകൂടി, അശാസ്ത്രീയമായ മത്സരബുദ്ധിയോടുകൂടി ഒരു കോമ്പറ്റീഷൻ ലൈനിൽ ആകരുത് നിങ്ങളുടെ പരിപാടി. നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി അത് വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന പോലെയുള്ള ഒരു മോശം പ്രവണതയായിരിക്കും അത്. നമ്മൾ ആരെയും കലാതിലകമോ കലാപ്രതിഭയോ ആക്കുക എന്നുള്ളതായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആ കുട്ടികൾക്ക് ടോട്ടാലിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഭാവി കാലത്ത് അവർക്ക് അവരുടെ ജീവിതത്തിലൊരു താളം, നല്ല രീതിയിലൊരു താളം, നല്ല ബോധമൊക്കെ ഉണ്ടാകാൻ ഉപകാരപ്പെടുന്ന പ്രവണതകളാണ്, കലയാണ്. നിങ്ങൾ ഈ സപ്പോർട്ട് എപ്പോഴും അവരുടെ പേര് ഉണ്ടാകണം. അതിന് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഉത്സവരാവ് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സാജിദ പറമ്പിൽ ബസാർ ജാം മെഗാ ലക്കി ഡ്രോയുടെ 1ാം സമ്മാനം നേടിയ സാജിദ പറമ്പിൽ ബസാർ ബഹുമാന്യനായ വാർഡ് കൗൺസിലർ ശ്രീ ബിജിലാലിൽ നിന്ന് 1ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ സ്വീകരിക്കുകയാണ്. 4500 പേരിലെ ഭാഗ്യവതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ലക്കി ഡ്രോയുടെ സമ്മാനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നബ്ഹാൻ പറമ്പിൽ ബസാർ ഗ്യാസ് സ്റ്റൗ സ്വീകരിക്കുന്നു. തുടർന്ന് 3ാം സമ്മാനം എയർ ഫ്രയർ സ്വന്തമാക്കിയ ഫവാസ് NGO കോട്ടൈസ്. ഫവാസ് NGO കോട്ടൈസ് ഉപഹാരം സ്വീകരിക്കാനെത്തുന്നു. ഫവാസ് എയർ ഫ്രയർ നേടിയ ഫവാസ് NGO കോട്ടൈസ് ഉപഹാരം സ്വീകരിക്കുന്നു. തുടർന്ന് 4ാം സമ്മാനം കുക്കർ നേടിയ മുഹമ്മദ് ബിലാൽ ഉപഹാരം സ്വീകരിക്കുന്നു. മുഹമ്മദ് ബിലാൽ നമ്മുടെ നാടിൻ്റെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഇപ്പോൾ ഉപഹാരം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്ന് മുഹമ്മദ് ബിലാൽ കുക്കർ ഉപഹാരമായി സ്വീകരിക്കുകയാണ്. തുടർന്ന് അയൺ ബോക്സ് 5ാം സമ്മാനം നേടിയ ഷംസിദ കോട്ടക്കൽ അയൺ ബോക്സ് ഉപഹാരം സ്വീകരിക്കാനെത്തുന്നു. തുടർന്ന് 6ാം സമ്മാനം നേടിയ NCR ട്രഡേഴ്സ് ഉടമ ഡിന്നർ സെറ്റ് സമ്മാനം സ്വീകരിക്കാൻ എത്തുകയാണ്. NCR ട്രഡേഴ്സ് മകൻ ഉപഹാരം സ്വീകരിക്കുകയാണ്. തുടർന്ന് 7ാം സമ്മാനം സമീർ P ചെറുവറ്റ കാസറോൾ സമ്മാനമായി നേടിയ സമീർ P ചെറുവറ്റ സമ്മാനം സ്വീകരിക്കാൻ എത്തുന്നു. കാസറോൾ നേടിയ മറ്റൊരാൾ ഫർഹാന പേരാമ്പ്ര കാസറോൾ 8ാം സ്ഥാനം സമ്മാനം സ്വീകരിക്കാൻ എത്തുന്നു. 9ാം സമ്മാനം ഫ്ലാസ്ക് നേടിയ ബിന്ദു കൃഷ്ണദാസ് ഉപഹാരം സ്വീകരിക്കാനെത്തുകയാണ്. ബിന്ദു കൃഷ്ണദാസ് 8ാം സമ്മാനം ഫ്ലാസ്ക് ബിന്ദു കൃഷ്ണദാസ്. തുടർന്ന് ഹസ്ന മാത്തോട്ടം ഫ്ലാസ്ക് സമ്മാനമായി നേടിയ ഹസ്ന മാത്തോട്ടം ഉപഹാരം സ്വീകരിക്കാനെത്തുന്നു. തുടർന്ന് ഫൗസിയ K പറമ്പിൽ ഫ്രൈ പാൻ ഉപഹാരം സമ്മാനം സ്വീകരിക്കാനെത്തുകയാണ്. ഫൗസിയ K പറമ്പിൽ. റൌഫ് പെരുവയൽ 12ാം സമ്മാനം റൌഫ് പെരുവയൽ. തുടർന്ന് ജസീന A പൊട്ടമുറി ക്ലോക്ക് സമ്മാനമായി ലഭിച്ച ജസീന. തുടർന്ന് ഷഹല ജബിൻ പൊന്നാനി ക്ലോക്ക് സമ്മാനമായി നേടിയ ഷഹല ജബിൻ. ഫ്രൈ പാൻ നേടിയ റൌഫിന് വേണ്ടി ഉപഹാരം സ്വീകരിക്കുന്നു. ഷഹല ജബിൻ പൊന്നാനി. ഷഹല ജബിൻ.
തുടർന്ന് മുഴുവൻ കൂപ്പണുകളും പൂർത്തീകരിച്ച ലിയ സി ടി 1 സി, നദാൻ അഷ്മിൻ 3rd സി, അമൻ ഷാ 2nd ബി. ഈ സ്നേഹനിർഭരമായ സായാഹ്നത്തിലെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അബ്ദുൽ ജബ്ബാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വലിയ ദീർഘമായ ഒരു പ്രസംഗം ഏതായാലും നടത്തുന്നില്ല. കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ അക്ഷമരായി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാതിരിക്കലാണ് ഏറ്റവും നല്ല പ്രസംഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയകാല വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ സ്കൂളിലേക്ക് എപ്പം വിളിച്ചാലും വരാതിരിക്കാൻ കഴിയാത്ത മാനസികമായ ഒരടുപ്പം ഈ JDT ഇസ്ലാം സ്കൂൾ കോമ്പൗണ്ടിലെ എല്ലാ സ്ഥാപനങ്ങളോടും ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടും ഈ നാട്ടുകാരോടുമെല്ലാം ഉള്ള സ്നേഹവും ഇതിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നിറഞ്ഞ സദസ്സിനും വേദിക്കും നമസ്കാരം. തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒപ്പം ഔദ്യോഗികതയുടെ പരിവേഷം കുറച്ചു നാൾ കൂടിയേ ഉള്ളൂ എന്നും അറിയാം. ഏതാനും ചില വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷമാണ് വെള്ളിമാടുകുന്നിലെ താഴ്വരയിൽ പരിലസിക്കുന്ന ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. ഈ നാടിനെ അഭിമാനമായി യശസ് അനന്തവിഹായത്തിലേക്ക് പാറിപ്പറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ പ്രിയ വിദ്യാലയം പ്രഗത്ഭരായ അധ്യാപകരോടും പ്രഗത്ഭരായ മാനേജ്മെൻറ്റിനുമൊപ്പം ചേർന്നു നിന്നുകൊണ്ട് എൻ്റേതായ ഒരു കയ്യൊപ്പ് ചേർത്താൻ കഴിഞ്ഞ ഭാഗ്യത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സ്നേഹവും വാത്സല്യവും മനസ്സുമെല്ലാം ഇവിടെ തന്നെ. ഈ ഓർമ്മകൾ ഒരിക്കലും എന്നിൽ നിന്ന് മരണം വരെ മറക്കുകയില്ല. എങ്കിലും ഒരു നഷ്ടവസന്തത്തിൻ്റെ ദുഃഖം എവിടെയോ ഇരച്ചു കയറുന്ന പോലെ, നിശബ്ദമായ ജീവിതത്തിൻ്റെ താളം മുറിയുന്ന പോലെ, സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഈ വിദ്യാലയത്തിൽ എൻ്റേതായ ഈ ജീവിത കാലയളവിൽ കുറച്ചു കാലം ഇവിടെ നിന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ ധന്യ ജീവിതത്തിൽ കുറേ ആളുകളോട് ഞാൻ നന്ദി ഓർക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള മുഖങ്ങൾ. ഇതൊരു പെട്ടെന്നുള്ള ഒരു ചടങ്ങല്ല, മറിച്ച് നേരത്തെ ഉറപ്പിച്ച ഒരു സമയം തന്നെയാണ്. പ്രൗഢവും അർഹതയ്ക്കപ്പുറം പ്രൗഢവും ഊഷ്മളവുമായ ഒരു യാത്രയപ്പ് നൽകിയ JDTയിലെ ഓരോ വ്യക്തിയോടും എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ സ്നേഹത്തിൽ ചാലിച്ച നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി ഇനിയും ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയർത്തട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹായ്, അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ. വളരെ സന്തോഷം, അതിലൊരു അഭിമാനം പങ്കുവയ്ക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന വിജ്ഞാനത്തിൻ്റെ പൂമരമായ JDT ഇസ്ലാം LP സ്കൂൾ ജാം 2026 എന്ന വേദിയിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ആളുകളോടും ഒപ്പം ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചവർക്കും ഒപ്പം ഈ സദസ്സിന് അലങ്കാരമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും പേരൻസിനും അതുപോലെ തന്നെ വിദ്യാർത്ഥി മുത്തുമണികൾക്കും ഒക്കെ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, കാരണം ഇവിടെ കുട്ടികളുടെ കലാവിരുന്ന് നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു പ്രോഗ്രാമായിട്ട് താമരശ്ശേരിയിലെത്തണം, അവിടെ ഓർക്കസ്ട്ര ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും
എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അതിനപ്പുറം ജനകീയനാണ് അദ്ദേഹം. പ്രിയപ്പെട്ട നവാസ് ഖാൻ മൊഴിക്കൽ SSG ചെയർമാനാണ്. നവാസ് ഖാനോടും ഒപ്പം ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥി നല്ല പാട്ടുകാരി ലിബ ഫാത്തിമ മോൾക്ക് ഫാമിലിക്ക് എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. അപ്പം നല്ലൊരു പാട്ടിലേക്ക് പോവാം. എന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് സഫീർ, കുറ്റ്യാടി സ്വദേശിയാണ്. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം, ഒപ്പം പട്ടുറുമാൽ, അതേപോലെ കുറച്ച് ആൽബഗാനങ്ങൾ പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പാട്ടും മിമിക്രിയും അത്യാവശ്യം ആങ്കറിംഗ് ആണ്. ഇവിടെ നമ്മുടെ ലിറ്റിൽസ് ആങ്കേഴ്സ് വന്നു, വളരെ ഗംഭീരമായിട്ട് പെർഫോം, നല്ലൊരു കൈഡി കൊടുത്തേ. വളർന്നു വരുന്ന യുവ പ്രതിഭകളാണ്. അതിനപ്പുറം നമുക്കിവിടെ ഫസ്റ്റ് എന്താണ്, മിമിക്രിയിൽ തുടങ്ങണോ പാട്ടാണോ, നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. സമയത്തിൻ്റെ പരിമിതി അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം കിടക്കാം. പാട്ട് ഓക്കെ. അപ്പോൾ നല്ലൊരു പാട്ടിലേക്ക് പോവാം. നമുക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ഒരു ഗാനം ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കുറേ പാട്ടുകൾ പാടാനുണ്ട്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഒരു സുന്ദരമായ മാപ്പിളപ്പാട്ടിൻ്റെ ശീലിൽ തുടങ്ങാം. താങ്ക് യു. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ എല്ലാവരും ചേർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചതാണ്. കാരണം അത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരു വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. എളിവനെ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞാനും പങ്കുചേരും. തുടങ്ങല്ലേ? അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു നല്ല സപ്പോർട്ട് തന്നെ ഒരുമിച്ച്, ഓൾ ഓഫ് യു. താങ്ക് യു. തുടങ്ങാം. അപ്പോൾ നവാസ് ഖാൻ്റെ റിക്വസ്റ്റാണ് ഒരു നല്ലൊരു മാപ്പിളപ്പാട്ടിലൂടെ പുതുമയാർന്ന്. നവാസ് ഖാൻ തുടങ്ങട്ടെ. ഇച്ചിരി റിവർവ്, അതേപോലെ ഡിലേ. ഹലോ ചെയ്. ഞങ്ങളുടെ നാട്ടിൽ ജാനുവടുത്തി എന്ന് പറയുന്ന സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടോ? തമാശ മാത്രമേ പറയൂ. ജാനുവടുത്തിയുടെ ഭർത്താവിൻ്റെ പേര് കേളപ്പെട്ടണ്, കേട്ടിട്ടുണ്ടോ? ജാനുവടുത്തി പറഞ്ഞ പോലെ ഉയ്യൻ്റെ മക്കളെ എന്തെന്നാ ഇപ്പം പറയണ്ടേ, ജാമ് എന്ന് പറഞ്ഞാൽ കേളപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞു. കേളപ്പെട്ട ജാമ് എന്ന് പറയുമ്പോൾ ബ്രെഡ് വേണം, ബ്രെഡ് ഇടുമ്പം പിന്നെ ബ്രെഡ് വേണം, ബന്ന് വേണം. അപ്പോൾ JDT എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായം നൽകിയ ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കേളപ്പെട്ടൻ്റെ എല്ലാവിധ ആശംസകളും JDTൻ്റെ മക്കൾക്ക് നേർന്ന് ജാമ് 2026 ആശംസകൾ. താങ്ക് യു.
തുള്ളിടുന്ന പണ്ടോ ഒരു കൈയ്യടി കൊടുത്തേക്കമോ നിറമുള്ള സുഗന്ധി പൂലുള്ള സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരി നിറമുള്ള സുഗന്ധി പൂലുള്ള സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരി മഴവിൽ അഴകുള്ള മധുര ചിരിയുള്ള വളർന്നു നീരൊത്ത മാരൻ വന്നു ആകയാ ആകയാ दिल चुराने वो आ गया आ गया आ गया दिल चुराने वो आ गया आ गया आ गया मेरे दिल वो आ गया. ഇനി നമുക്കൊരു മിമിക്രിയിലേക്ക് പോയാലോ? കേൾപ്പിക്കട്ടെ സാറേ, ശബ്ദം കേൾപ്പിക്കട്ടെ. ഓക്കെ, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് സിനിമാ താരങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കോഴിക്കോടിൻ്റെ സമഗ്ര സംഭാവന, മാമക്കയുടെ ശബ്ദം മലയാള സിനിമയിൽ ഡബ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാലത്ത് നമ്മുടെ രമേശ് ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാനും ഒരു സിനിമയുടെ ഭാഗമായിട്ട് പാടിയിട്ടുണ്ട്. സിനിമയുടെ പേര് പൊറാട്ട് നാടകം. രാഹുൽ രാജിൻ്റെ സംഗീതമായിരുന്നു. രാഹുൽ രാജ് എന്ന് പറയുമ്പോൾ ഭൂമത്തോളെ, ഹേമന്തമൻ, അങ്ങനെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൂടി സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു JDTയുടെ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒന്ന് റിസൻ ശ്രദ്ധിക്കുമോ? ഓക്കെ, ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സിനിമാ താരങ്ങളോ ഒന്നുമല്ല. നമുക്ക് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മനോഹരമാക്കി എല്ലാ വിശിഷ്ടാതിഥികളും, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിൻസിപ്പാൾ, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും സ്നേഹം. നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, ഉദ്ഘാടന ചടങ്ങ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരേപോലെയാണ്. കേരളത്തിൻ്റെ CM-നെ വേദിയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. JDTയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു സെലിബ്രേഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാറിനെ വേദിയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ മുഖ്യമന്ത്രി, അല്ല വേണ്ട, ലെഫ്റ്റ് സൈഡാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ലെഫ്റ്റ് സൈഡ് മുഖ്യമന്ത്രി, റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കുകയാണ്. അല്ല ഞാൻ വേണ്ട, നിങ്ങൾക്കൊരു മടുത്തം വേണ്ട, നമുക്ക് മാറ്റി പിടിക്കാം. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാമായ വാർത്താ വിനിമയ രംഗത്ത് വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു അവതാരം കൂടിയാണ് ഫ്ലവേഴ്സിൻ്റെ എല്ലാം. SK എന്ന് ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഒരാളെന്ന് പേര് പറഞ്ഞ് SK, ഫ്ലവേഴ്സിൻ്റെ SK അറിയോ? പറയോ? നമസ്കാരം, ശ്രീകണ്ഠൻ നായർ സാറ്. ശ്രീകണ്ഠൻ നായർ സാറാണ് ഇവിടെ റൈറ്റ് സൈഡിൽ. ഇപ്പുറം മുഖ്യമന്ത്രി. എവിടെയെങ്കിലും എന്തെങ്കിലും ടച്ച് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. റെഡിയാണോ? അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേ പ്ലീസ്, ഓൾ ഓഫ് യു. എല്ലാവരും, നമ്മുടെ പേരൻസ്, സ്റ്റുഡൻസ്, റെഡി? നമ്മുടെ SKയിലേക്ക് മാറുകയാണ് ശ്രീകണ്ഠൻ നായർ സാറ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരുപക്ഷെ JDTയുടെ ഒരു മനോഹരമായ ശയനം ഒരു ഗംഭീര കൈയടിയാവാം എല്ലാവരും. ഇവിടെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കുവാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനീയ മുഖ്യമന്ത്രി, വരൂ. താങ്കൾ ഇവിടെ JDT എന്നൊരു വർഷങ്ങളായിട്ട് ഇവിടെ അത്താണിയാണ്, സ്നേഹമാണ്, വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പറയൂ മുഖ്യമന്ത്രി, എന്താണ് ഇപ്പോൾ ഉദ്ഘാടനത്തെക്കുറിച്ച്, ഈ ഉദ്ഘാടനത്തിന് ശേഷം താങ്കൾക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച്, വിദ്യാലയത്തെക്കുറിച്ച് പറയണം. പറയൂ. ഇവിടെ JDT എന്ന ഈ സ്ഥാപനം എന്നാണ് കയ്യടിക്കാനൊരു പടി കയ്യടിച്ച് നിങ്ങളുടെ കയ്യടികൾ കേൾക്കട്ടെ. JDT ഹസനാജി അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു കർമ്മ ധീരമായിട്ടുള്ളൊരു ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 104-ാം വാർഷികം ആഘോഷിക്കുന്ന ധന്യമായ ചടങ്ങ്. ഇത് വെറും വാക്കുകളല്ല, അദ്ദേഹം വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരൊറ്റ ഊന്നൽ വെച്ചുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആളുകളെ കൈചേർത്ത് പിടിച്ച് ഈ ഒരു JDTയുടെ സ്ഥാപനം ഇവിടെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് നന്മയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച നല്ലൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനൊക്കെ മുന്നിലുണ്ടല്ലോ. എല്ലാവർക്കും ഇവിടെ JDTയുടെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ എൻ്റെ വാക്കുകൾ കേട്ട് കൈയടിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ കടക്കുപുറത്ത് എന്താണ് അവിടെ? താങ്ക് യു. ഇനി നമ്മുടെ കേരളത്തിൻ്റെ മുൻ മന്ത്രി MLA കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശബ്ദം ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് കൈയടിച്ചേ. നമസ്കാർ. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കേൾപ്പിച്ചിട്ടുണ്ട്, വേങ്ങരയിൽ വെച്ച്. അപ്പോൾ ഒരു ഡിന്നർ സെറ്റ് സമ്മാനമായി നൽകി.
അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇത് നല്ലതിന് മാത്രം ഉപയോഗിക്കുക, അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. വളരെ പ്രിയപ്പെട്ട നേതാവാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ 157ാമത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈവ് വോയിസിലേക്ക് വരാം. നിങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജാം 2026 JDT ഇസ്ലാം LP സ്കൂളിൻ്റെ ഈ ഒരു ധന്യമായ വേദിയിലേക്ക് നമ്മുടെ കുഞ്ഞാപ്പാക്ക് സ്നേഹ സ്വാഗതം. അതിപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഞങ്ങൾ ഈ മലപ്പുറത്തിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേക JDT എന്ന് പറയുമ്പോൾ വർഷങ്ങളുടെ വല്ലാത്തൊരു സ്നേഹനിർഭരമായ അത്രയും ഒരുപാട് കുരുന്നുകൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകിയ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും JDT ഇസ്ലാം LP സ്കൂളിൻ്റെ ഈ മനോഹരമായ സെലിബ്രേഷൻ നിങ്ങളിവിടെ എത്തിച്ചേർന്നതിൽ സന്തോഷം. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ? ഒന്ന് സപ്പോർട്ട് ചെയ്യോ? ഒന്ന് കൈയിടിച്ചേ എല്ലാവരും ചേർന്ന്. മക്കൾ റെഡിയാണോ? ഒരു പാട്ട് പാട്ടെ? ഓക്കെ, റെഡി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. റെഡി? ഹലോ ചി എവിടെ കൈയിടിക്കുമോ? ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാരം താരം പെണ്ണിൻ മുയിൽ മിന്നാണേ. താരമ്പം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനേ, കതിരോരെ കണ്ണച്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം തോരുണ്ട്, ചെഞ്ചോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടം ചേലക്കൻ നല്ലാട്ടക്കാരുണ്ട്, കരനീല കണ്ടലി കെട്ടി തപ്പും കുട്ടി എന്റെ കൊട്ടി കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാന. ചില്ലം 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 ചില്ലാല. ചില്ലം 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 ചില്ലാല. ചില്ലം 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 ചില്ലാല. ചില്ലം ചില്ലാല. ആകാശം വീശുന്നുണ്ട് മേഘത്തൂവാല, പാടാനോ ഞാനില്ലേ ചേരുന്നുണ്ട് മോഹിപ്പിക്കും പെണ്ണാടേ, മണിവാരത്താരൻ പെണ്ണിൻ മയ്യിൽ മിന്നാടേ. ആരംഭം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനേ, കതിരോരെ കണ്ണൻ ചിക്കാൻ പോരും
എല്ലാം ചെയ്യും. താങ്ക് യു സോ മച്ച്. മക്കൾക്കൊക്കെ വേണ്ടി കുറേ എന്താ പറയണ്ട പുതുമയാർന്ന പാട്ടൊക്കെ പാടാനുണ്ട്, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാം. എൻ്റെ ഗുരുനാഥൻ മർഹൂം എരഞ്ഞോളി മൂസക്ക അദ്ദേഹം പാടിയ, അതിനപ്പുറം പീർ മുഹമ്മദ് ക മർഹൂം അദ്ദേഹം പാടി മനോഹരം 2 വോയിസിൽ പാടിയിട്ടുണ്ട്. ഈ ഒരു പാട്ട് എന്നോടൊപ്പം നമ്മുടെ ലിബ ഫാത്തിമ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാട്ടുകാരാണ്. നിങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരു നല്ല കൈഡി കൊടുക്കുമോ എല്ലാവരും ചേർന്ന് ലിബ മോൾക്ക് വേണ്ടിയിട്ട്? താങ്ക് യു. ഇത് നമ്മുടെ സ്റ്റുഡൻസ് ആരാ സപ്പോർട്ട് ചെയ്യാം? നമ്മുടെ എല്ലാവരും, അതുപോലെ തന്നെ ടീച്ചേഴ്സ് റെഡി അല്ലേ? ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിരസുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊടിഞ്ഞാലയിൽ ആടുന്നു സുലേഖ ബീവി. അപ്പൊ ഒന്ന് കൈഡി സപ്പോർട്ട് ചെയ്തേ. കമോൺ എല്ലാവരും ഒരുമിച്ച് കമോൺ. മുഞ്ചായ മഞ്ചുകൾ തകിലും കഞ്ചകമേറിയ യൂസുഫ് നബിയും ചഞ്ചലപ്പൂ മേടി വണ്ടി നോളി കണ്ട് സുലേഖ വിപാലയെറിഞ്ഞേ. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിരസുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊടിഞ്ഞാലൈ ആടുന്നു സുലേഖ ബീവി. മുഞ്ചായ കഞ്ചകമേറിയ യൂസുഫ് നബി ചഞ്ചലപ്പൂ മേടി വണ്ടി നോളി കൊണ്ട് സുലേഖ വിപാലയെറിഞ്ഞേ. Are you ready? Come on. ഒരു നാള് ചെറുപ്പൂശ്രീ തലമിട്ട മലരെ യൂസുഫ് നബി കൊതിവലുതായി പാഞ്ഞു പിടിച്ചു കിതച്ചു നിന്നല്ലോ. അഴകോല കടത്തല തീരയും നബിയുള്ള മുന്നോട്ടോടുകയായി. കരളുരുകി TV സുലൈഖ കരഞ്ഞിപ്പോയല്ലോ. ഒരു ഒപ്പന ക്രിയേറ്റ് ചെയ്യോ? ഒരു ഒപ്പന കമോൺ, ഒരു ഒപ്പന കൊടുക്കും. ഒരു സന്തോഷല്ലേ? കമോൺ റെഡി. ഇവിടെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കാം. റെഡി കമോൺ കൗണ്ടിങ്.
അലയായി മറിയുന്ന മനസ്സിൽ നിരവധി സിനസിൽ ബീവി സുലൈഖ അജമശനായി യൂസഫയോർത്ത് നുണച്ചു നിന്നല്ലോ. സഖിമാരോട് അവൾ കഥ പറഞ്ഞു, അതിർപ്പമെന്നറിഞ്ഞു യൂസുഫിനൊളിവായി. ഒരു സദസ്സിൽ കൈവീരൽ മുറിഞ്ഞു, പഴം മുറിഞ്ഞില്ല. ഇനി വേറെ ടെസ്റ്റ് കാണിക്കാം. മൂസഖാന്റെ ശബ്ദത്തിൽ ഒന്ന് പാടാം. എരഞ്ഞോളി മൂസഖാൻ. നമസ്കാരം. നോക്കാം. എരഞ്ഞോളി മൂസഖാൻ. ചെമ്പകപ്പൂതേനിതനതരം ചന്ദിര സുന്ദര പൂമുഖ മാതൃപം ഗസലുകൾ തൻ പൊന്നൊടിഞ്ഞാലെ ആടുന്നു സുലേഖ ബീവി. ചന്ദിര സുന്ദര പൂമുഖ മാതൃകം ഗസലുകൾ തൻ പൊന്നൊടിഞ്ഞാലെ ആടുന്നു സുലേഖ ബീവി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് കൂടെ പാടാൻ പറ്റിയില്ല. അതിൽ നമുക്ക് സന്തോഷം. താങ്ക് യു. പോരെ മതിയല്ലോ. നമുക്കൊരു സമയമുണ്ട്. ഒരു പാട്ടിന് സമയമുണ്ടോ? അടിപൊളി. ഓക്കെ. നമസ്കാരം. ഒരു പാട്ടിന് സമയമുണ്ടോ? അതിൻ്റെ ഓക്കെ റെഡി. ഇവിടെ കുറേ കലാവിരുന്നുകൾ നടക്കാനുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ അടുത്ത ആഘോഷത്തിലും തുടർന്ന് നിങ്ങൾ വിളിക്കുക. സന്തോഷം. ജാം 2026 JDT ഇസ്ലാം LP സ്കൂളിൻ്റെ ഹൃദികമായ വേദിയിൽ എളിയവനായി എനിക്കും വരാൻ സാധിച്ചില്ല. എസ്പെഷ്യലി എല്ലാവരോടും എൻ്റെ സ്നേഹം. പ്രിൻസിപ്പാൾ സാറിനോടും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നവാസ് ഖാനോടും ആൻഡ് ലിബ ഫാത്തിമ ഫാമിലി, ഓൾ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്, അതേപോലെ വിദ്യാർത്ഥി മുത്തുകൾ എല്ലാവർക്കും സ്നേഹം. താങ്ക് യു. അസ്സലാമു അലൈക്കും.